ഹലോ ഫ്രണ്ട്സ്, ഇതെൻ്റെ ഫാദർ എൻ്റെ അപ്പ ചൈനയിൽ പോയതുള്ള വീഡിയോ ആണ്. നല്ല രസമുണ്ട് കാണാൻ. കഴിഞ്ഞ ആഴ്ച ചൈനയിൽ പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. ചൈനയിലെ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് എടുത്തൊരു വീഡിയോ ആണിത്. അതിൻ്റെ ഒറിജിനൽ സൗണ്ട് ഞങ്ങൾ കട്ടാക്കിയിട്ടില്ല, കാരണം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ചൈന ഭാഷ ഒറിജിനൽ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല നീറ്റും വൃത്തിയായിട്ടുള്ള സ്ഥലങ്ങളാണ് അവിടെ ഏറെക്കുറയും. ഞാനും 2014 അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ വണ്ടിയുടെ സ്പീഡിനനുസരിച്ചും ഓടാൻ സെപ്പറേറ്റ് റോഡുകളാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അപകടങ്ങൾ തീരെ കുറവാണ്. ഇവർ ഉപയോഗിച്ചിരിക്കുന്ന ഗൂഗിൾ മാപ്പാണ്. വളരെ കൃത്യതയോടുകൂടിയാണ് അവിടുത്തെ കാര്യങ്ങൾ പൊതുവെ നീങ്ങാറുള്ളത്. കമ്മ്യൂണിസ്റ്റ് രാജ്യമായത് തന്നെ പബ്ലിക്കാണ്, ഗവൺമെൻറ്റാണ് അവിടുത്തെ കെട്ടിടങ്ങളുടെ എല്ലാത്തിൻ്റെയും ഓണർഷിപ്പ് ഏറ്റെടുത്തിരിക്കുന്നത്. ജനങ്ങൾക്ക് അവർ 100 വർഷത്തേക്ക് മാത്രമേ കൈകാര്യം ചെയ്യാൻ കൊടുക്കുകയുള്ളൂ. അടുത്ത തലമുറയിലേക്ക് അത് പാസ് ചെയ്ത് കിട്ടത്തില്ല. അപ്പോൾ അത് 100 വർഷം കഴിഞ്ഞാൽ 100 വർഷത്തേക്ക് മാത്രം നമുക്കത് ലെൻഡിനെടുക്കാം. അതിനുശേഷം അത് ഓട്ടോമാറ്റിക്കായിട്ട് ഗവൺമെൻറ്റിലേക്ക് ലയിക്കപ്പെടും. പിന്നെ ആ 100 വർഷത്തിന് ശേഷം അവർക്ക് മേടിക്കണമെങ്കിൽ അവർ കാശ് കൊടുത്ത് തന്നെ മേടിക്കേണ്ടി വരും. നമ്മുടെ ഇവിടുത്തെ ഒരു സ്ഥിതി, ഇന്ത്യയിലെ സ്ഥിതി പോലത്തെ പിതാവിൻ്റെ സ്വന്തം മക്കൾക്കും കൊച്ചുമക്കൾക്കും കിട്ടുന്നൊരു വ്യവസ്ഥ അവിടെ ഇല്ല. ഇതൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായത് തന്നെ അതിൻ്റെ എല്ലാവിധ ചിട്ടാവട്ടങ്ങളും അവിടെയുണ്ട്. അവിടെ വാട്സപ്പ്, ഫേസ്ബുക്ക്, അങ്ങനത്തെ യൂട്യൂബ് കാര്യങ്ങളൊന്നും തന്നെ അവിടെ ഇല്ല. ഇവരവിടെ പോയപ്പോൾ ഉപയോഗിച്ചത് ബോട്ടിം എന്നൊരു ചാനലാണ് അവർ ഉപയോഗിച്ചത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ. അതാണെങ്കിൽ പോലും വീഡിയോ കോളൊക്കെ കാണാൻ പറ്റും, പക്ഷെ നമ്മൾ അങ്ങോട്ട് അയക്കുന്ന ഫോട്ടോകളൊന്നും ഇവിടെ കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷനും അവരുടെ ഒരു എൻ്റർടൈൻമെൻറ്റൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. കാരണം നമ്മളിവിടെയൊക്കെ ഫേസ്ബുക്കും വാട്സപ്പും യൂട്യൂബും മറ്റു കാര്യങ്ങളും ട്രേഡിങ്ങും ഒക്കെ ചെയ്ത് അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു വക കാര്യങ്ങളും ആകെ ജസ്റ്റ് ഒരു ഇമെയിൽ നോക്കാം. അങ്ങനെയുള്ള വളരെ ലിമിറ്റേഷൻസുകളുണ്ട്. പക്ഷേ എങ്കിലും വളരെ ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയോടെ കടന്നു പോകുന്നതാണ്. നിങ്ങൾക്കും അതിൻ്റെ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. എക്കോണമി സ്ലോ ഡൗൺ ആകാൻ ഡ്രൈവർ ഇല്ലാത്ത ടാക്സിയും അവിടെ അവൈലബിൾ ആണ്. താങ്ക് യു.